വയനാട് മാനന്തവാടിയിലെ ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖന ബാവലി 58-നടുത്തുള്ളതായി സൂചന. ബാവലി സെക്ഷനിലെ വനമേഖലയിൽ നിന്ന് റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചു. ട്രാക്കിംഗ് ടീം തെരച്ചിൽ തുടരുകയാണ്. ആനയെ മയക്കുവെടിവെക്കാൻ വനംവകുപ്പ് സജ്ജം എന്നാണ് മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ പ്രതികരണം. ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും. മാനന്തവാടി പടമല സ്വദേശി അജീഷിന്റെ ജീവനെടുത്ത കാട്ടാന ബേലൂർ മഖ്ന ചാലിഗദ്ദയിൽ നിന്ന് പുലർച്ചെയോടെ തോൽപ്പെട്ടി വനത്തിലേക്ക് നീങ്ങി. നാഗർഹോള ഭാഗത്തേക്കായിരുന്നു സഞ്ചാരം. വനംവകുപ്പിന്റെ ട്രാക്കിംഗ് സംഘം വനത്തിനുള്ളിലേക്ക് കടന്ന് ആനയ്ക്കായി തെരച്ചിൽ തുടരുകയാണ്. ആന കർണാടക വനമേഖലയിൽ തുടർന്നാൽ കേരളത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തിയാൽ മയക്കുവെടി വെക്കുമെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ. മയക്കുവെടി വെക്കേണ്ട സാധ്യത ഉണ്ടാകുമ്പോൾ അതിന് സജ്ജമാണ്. മയക്കുവെടി വെച്ച് ആ ആനയെ പിടിക്കാനുള്ള സാഹചര്യം ഒത്തുവന്നാൽ അത് ചെയ്യാൻ തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം. മയക്കുവെടി വെച്ച് പിടികൂടിയാൽ ആനയെ മുത്തങ്ങയിലേക്ക് മാറ്റാനാണ് തീരുമാനം. 4 കുങ്കിയാനകളെ ചാലിഗദ്ദയിൽ എത്തിച്ചിട്ടുണ്ട്. തണ്ണീർക്കൊമ്പൻ ദൗത്യത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് കൂടുതൽ വെറ്റിനറി വിദഗ്ധരെയും ദൗത്യസംഘത്തിൽ ഉൾപ്പെടുത്തി. കർണാടക വനംവകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണ് മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിന് വഴിവെച്ചത്. കേരളം പലതവണ ആവശ്യപ്പെട്ടിട്ടും കർണാടക സർക്കാർ റേഡിയോ കോളർ സിഗ്നൽ കൈമാറിയില്ല. ആരെയും കുറ്റപ്പെടുത്താൻ ഇല്ല എന്നായിരുന്നു എ.കെ. ശശീന്ദ്രന്റെ പ്രതികരണം. ഗവൺമെന്റുകളോട് സമരം എന്നതിനും അപ്പുറം ക്രിയാത്മകമായ പ്രവർത്തനത്തിലേക്ക് ഈ പറഞ്ഞ 2 കൊല്ലമായി ഇതുവരെ ആരും മുന്നോട്ട് വന്നതായി കാണുന്നില്ല. ഞങ്ങളുടെ പരിമിതി തന്നെയാണ് അവർക്കുള്ളത് എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. എല്ലാവരും അവർക്ക് മനഃപൂർവ്വമല്ല. കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ സംസ്കാരം 3 മണിക്ക് പടമല അൽഫോൺസ പള്ളിയിൽ നടക്കും. നിരവധി ആളുകളാണ് അജീഷിന് ആദരാഞ്ജലി അർപ്പിക്കാൻ പടമലയിലെ വീട്ടിലേക്ക് എത്തുന്നത്. 24 വയനാട്.